കേന്ദ്രത്തിനോട് പല തവണ യാചിച്ചു. അങ്ങനെ പറയാനേ കഴിയുള്ളൂ. കാരണം കൃത്യമായ രീതിയിൽ പണം അനുവദിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്രം പല തവണയായിട്ട്. പക്ഷെ അതൊക്കെ തന്നെ ദൂർത്തടിച്ച് കളയുന്ന ഒരു സർക്കാരായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രതിസന്ധി നേരിട്ടത്. അവസാനം അത് കോടതി വരെ, സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. കോടതി നിർദ്ദേശത്തിന് പിന്നാലെ ഇന്ന് ചർച്ച വച്ചിരിക്കുകയാണ്. ഈ കടമെടുപ്പിലുള്ള ചർച്ച വൈകുന്നേരമാണ് ചർച്ച നടക്കുന്നതെന്നറിയാൻ കഴിയുന്നുണ്ട്. ഒപ്പം കേരളം ഇതിൽ വലിയൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഈ പ്രതീക്ഷകളൊക്കെ തന്നെ സാധ്യമാകാൻ കഴിയുമോ? ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ചർച്ച നടത്തുക. കേരളവും കേന്ദ്രവുമായിട്ടുള്ള ചർച്ച. നേരത്തെ 4 അംഗ സമിതിയെ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് നിയോഗിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, അതോടൊപ്പം ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ച നടക്കുക. അതോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, അതോടൊപ്പം ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട്, അറ്റോർണി ജനറൽ പങ്കെടുക്കുന്നുണ്ട്. ഈ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായി കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയാണ് കേരളവും കേന്ദ്രവും തമ്മിലൊരു ചർച്ച നടത്തിക്കൂടെ എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈകുന്നേരത്ത് 4 മണിക്ക് ചർച്ച ഉണ്ടാവുക. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഓരോ വകുപ്പുകൾക്കും പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ കഴിയാത്ത വിധം, പ്ലാൻ ഫണ്ടുകളൊന്നും ലഭിക്കാത്ത വിധം ഉള്ള ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. സർക്കാരിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് കൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും ഈ ഒരു നിലവിലൊരു പ്രതിസന്ധി, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി കടമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ കേന്ദ്രം നിലപാട് അറിയിച്ചിരുന്നു. കാരണം കേന്ദ്രത്തിന്റെ വാദം ഇത്തരത്തിലാണ്. ഈ കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പൂർണ്ണമായും പരാജയമാണ്. അതുകൊണ്ട് തന്നെ അത് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കാരണം കേരളം ആവശ്യപ്പെട്ടതിനനുസരിച്ച് കൃത്യമായി തുക, എല്ലാ പദ്ധതികൾക്കും കൃത്യമായി തുക കേന്ദ്രം അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കേന്ദ്രത്തിന്റെ ഒരു നയമാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ളൊരു ശ്രമമാണ് എപ്പോഴും കേരളം നടത്തുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി ചർച്ചയാകുമ്പോഴെല്ലാം കേന്ദ്രത്തിന്റെ ഇപ്പൊ നിയമസഭാ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഈ വിഷയം തന്നെയാണ് തുടർച്ചയായി ഉന്നയിക്കുന്നത്. കാരണം ഈ ഒരു കേന്ദ്രം നിലപാട് കടുപ്പിക്കുന്നു. കേന്ദ്രം ഈ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ള ഇതിനെല്ലാം കാരണം കേന്ദ്ര സർക്കാരാണ് എന്ന രീതിയിൽ പഴിചാരിക്കൊണ്ട് തടിയുരാനുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഏതായാലും ഇന്ന് ചർച്ചയിൽ എന്തെങ്കിലും തരത്തിൽ പ്രതീക്ഷ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വൈകുന്നേരത്ത് 4 മണിക്കാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ കേന്ദ്രവുമായി ചർച്ച നടത്തുക. രജനി, രശ്മി, അവിടെ തന്നെയാണ്. ഇന്ന് ഈ ചർച്ച നടത്തുന്ന സമയത്തും കേന്ദ്രം ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം സ്വന്തം നിലയ്ക്ക് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയും കേരളത്തിനില്ല. കേന്ദ്രം നൽകുന്ന പണം കൊണ്ട് മാത്രം പദ്ധതികൾ നടപ്പിലാക്കുന്നു, എന്നിട്ട് അത് കേരളത്തിന്റെ പേരിലേക്ക് എടുത്തു വയ്ക്കുന്നു. മറ്റൊന്ന്, മിസ്മാനേജ്മെന്റിന്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രം പലവട്ടം ആവർത്തിക്കുകയുണ്ടായി. ഈ ധനമാനേജ്മെന്റിലെ കാര്യത്തിലെ വീഴ്ചകളാണ് കേരളത്തിന് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള കാര്യം. ഇക്കാരണങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിക്കാനുള്ള സാധ്യത തന്നെയല്ലേ കാണുന്നത്? തീർച്ചയായും ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. കാരണം പലതവണ കേരളത്തിന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിലെ ഈ ഒരു കേരളത്തിന്റെ സാഹചര്യത്തിന് കാരണം അമിതമായി ധൂർത്ത് നടത്തുന്നു എന്നുള്ളതാണ്. അനാവശ്യ കാര്യങ്ങൾക്ക് തുക അമിതമായി ചിലവഴിക്കുന്നത് മുഖ്യമന്ത്രിയുടേതാണെങ്കിലും മറ്റു മന്ത്രിമാരുടെ കാര്യങ്ങളിലാണെങ്കിലും അനാവശ്യമായി, ആവശ്യത്തിന് തുക പണം വകയിരുത്താതെ അനാവശ്യമായി ധൂർത്ത് നടത്തുന്നു. വിദേശയാത്രകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ, മറ്റു മന്ത്രിമാരുടെ ആവശ്യങ്ങൾ, ഇതിനെല്ലാം തന്നെ അനാവശ്യമായി ഓരോ ചെറിയ കാര്യങ്ങൾക്കും കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ സർക്കാർ അനുവദിക്കുന്നത്, ചിലവഴിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക മിസ്മാനേജ്മെന്റ്, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് തുക വകയിരുത്താതെ അനാവശ്യമായിട്ടുള്ള ധൂർത്ത്, ഇതാണ് ഇപ്പോഴും ഈ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത്. പല മേഖലകൾ, ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും തദ്ദേശ വകുപ്പാണെങ്കിലും ഇതൊക്കെ തന്നെ നിലവിൽ അവരുടെ പദ്ധതികളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം അത്രത്തോളം പ്രതിസന്ധിയിലായിരിക്കുന്നു. അതോടൊപ്പം കേരളത്തിലെ സാധാരണക്കാരുടെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. കഴിഞ്ഞ ദിവസം തന്നെ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ അതിന്റെ വില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് വർഷങ്ങളോളം ഈ സാധാരണക്കാർക്ക് ആശ്രയമായിട്ടുണ്ടായിരുന്നതാണ് സപ്ലൈകോ. അവിടെ വില വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ നിലപാട് ഏത് രീതിയിലാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം, അതായത് സാധാരണക്കാരെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമന്ത്രി വി മുരളീധരനൊക്കെ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചതുപോലെ തന്നെ ഈ ഒരു സാമ്പത്തിക മിസ്മാനേജ്മെന്റ് തന്നെയാണ്.
ഇനിയും ഈ ഒരു നിലവിലെ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താകും കേരളത്തിന്റെ അവസ്ഥ എന്നുള്ളത് വളരെ ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. കേന്ദ്രം കൃത്യമായി തന്നെ ഓരോ പദ്ധതികൾക്കും മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് പോലെ തന്നെ കൃത്യമായി തുക അനുവദിച്ച് നൽകുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇത് അവതരിപ്പിക്കുന്ന വേളയിൽ പൂർണ്ണമായും സംസ്ഥാന സർക്കാരാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതാണ് ആ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ള തരത്തിൽ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു ശ്രമവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഈ ഒരു വിഷയം ഇന്നത്തെ വൈകുന്നേരത്തെ ചർച്ചയിൽ ഉണ്ടാകും. ഈ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നില്ല. കാരണം കേന്ദ്രം അത് സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കൃത്യമായി തുക എല്ലാ പദ്ധതികൾക്കും നൽകുന്നുണ്ട്. നേരത്തെയും തുക അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അതിന് പുറമെ തുക അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ഏതായാലും ഈ ചർച്ചയിൽ എന്താകും അതിന്റെ എന്തെങ്കിലും തരത്തിൽ പ്രയോജനം കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. KN ബാലഗോപാലിന്റെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട്.